ഏതിൻ്റെ ഉള്ളിൽ അടക്കുമ്പോൾ അതില്ല. ഇവിടെ എവിടെ ഉണ്ട് ഈ നടക്കുന്ന പൊക്കത്ത് കാണുന്നു. പൊക്കത്തുള്ള പൊക്കത്തുനിന്ന് പോട്ടെ. അത് മറ്റേ മാമ പോയി ഇതെന്താ തൊടണ്ട. പിന്നെ ഈ പൊറ്റ് നമ്മൾ ഒരിക്കലും എടുത്ത് കളയാൻ പാടില്ല. അയ്യോ തുറന്ന് ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇത് അവരുണ്ടാക്കണ ശത്രുക്കളിൽ നിന്നൊക്കെ ഉള്ളൊരു സംരക്ഷണമാണ് ഈ സാധനം എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെടുത്ത് കളയരുത്. ഓരടങ്ങറായി ഉണ്ടാക്കണതാണ്. കാണിച്ചു കൊടുക്കുക. അല്ല പല്ല് കാണിച്ചു കൊടുത്താണ്. പിടിക്കിട്ടാ അവിടെ ആണെങ്കിലും ഒന്ന് കാണാൻ പാടില്ല. ഈ കൂട്ടിയത്തെ ഈച്ചയുടെ അത്ര ആക്രമണമല്ല കേട്ടാ. ഇത് ഞാൻ ഇടക്കിടക്ക് തുറന്നിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പം അടുത്ത് കുറച്ചായി തുറന്നിട്ടില്ല. എന്നാൽ ആക്രമണം കുറവാണ്. ബാക്കിയുള്ളവരൊക്കെ നല്ല കണ്ണിലും മൂക്കിലൊക്കെ കയറിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എപ്പോഴും ഉറുമ്പ് വരുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ഈ വയറിൻ്റെ വള്ളിയുടെ പുറത്ത് കൂറച്ചോക്ക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് മണ്ണെണ്ണ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കണം, നല്ലതാണ്. അപ്പോൾ വള്ളിയുടെ മുകളിൽ മാത്രം. അല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ കൂട് നശിച്ചു പോകും. ഇതിവിടെ ഇരുന്നോട്ടെ. ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിലത്തെ കൊടുന്നിട്ട് ഇടാം. ഇത് ഉള്ളിലത്തെ തിണ്ടുമ്പോൾ കൊണ്ടക്ക് ലാസ്റ്റ് നമുക്ക് എടുക്കാമല്ലോ കേട്ടോ. അങ്ങോട്ട് പോയാൽ അതിട്ട് പോരാ. നമ്മൾ കൂട് പുതിയ കാലിക്കൂട് ഏത് കൂട് ഉണ്ടാക്കുകയാണെങ്കിലും ഇങ്ങോട്ട് പിടിക്കും. എൻട്രൻസിൻ്റെ ഇവിടെ പിടിക്കും. എൻട്രൻസ് ഒന്നെങ്കിൽ അതായത് ഇതിൻ്റെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ അവർ പുറത്ത് കൊണ്ടുവന്നാൻ പറ്റണം. നമ്മൾ കുടുക്കയിൽ ചെയ്തിരിക്കണത് അത് കാണിച്ചു കൊടുക്കും. എൻട്രൻസ് അവിടെ കണ്ട സൈഡിലാണ്. അപ്പോൾ വേസ്റ്റൊക്കെ ഈ അടിയിലാണ് അവർ കൊടുന്നിട്ട് തട്ടിയിടുക. അങ്ങനെ ഈ വേസ്റ്റ് നമ്മൾ എടുത്ത് മാറ്റേണ്ട അവസ്ഥ വരും. ഇതുപോലെ അടിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ താഴത്ത് ഇവിടെ കൊടുക്കുക, സൈഡിൽ ഏറ്റവും അടിഭാഗത്തിനോട് ചേർന്ന് കൊടുക്കുകയാണെങ്കിൽ വേസ്റ്റൊക്കെ അവർ തന്നെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടോളും. അപ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടില്ല. വേസ്റ്റ് ഇടുന്ന ഭാഗത്ത് പൊതുവെ അവർ തേനൊന്നും കൊടുന്ന് വെക്കില്ല. അപ്പോൾ നമുക്കാണ് നഷ്ടം. ഇനി അതിലെന്താ റാണിമുട്ടുണ്ടായിരുന്നത് ഇതിലുണ്ടാ നോക്കിയിട്ട് ചെയ്യണം. ഇതിലുണ്ടാ നോക്കിയിട്ട് ഇതിൽ റാണിമുട്ട ഉണ്ടാ നോക്കാം. തേനും കുറച്ചെടുക്കുക. റാണിമുട്ട ഉണ്ടെങ്കിൽ ഇതിലത്തെ റാണിമുട്ട നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ തുറക്കണ്ട. നല്ല കല്ലുണ്ട് അവിടുത്തെ വേണ്ട. കവറും ഇതായിരിക്കും മുന്നേ പുതിയൊരു കവറ് ഉള്ളിൽ നിന്ന് കൊണ്ടുവരാം. നമുക്ക് ഇത് കെട്ടി കൊടുക്കാം. അത് ഏതായാലും കുഴപ്പമില്ല, മണം ഉണ്ടാവരുന്നുള്ളൂ, വേറെ എന്തില്ലേലും. നമ്മൾ കെട്ടി കൊടുക്കുന്ന കവറ് ഐറ്റംസുകൾക്കൊന്നും വേറെ എന്തെങ്കിലും സാധനങ്ങളുടെ മണം ഉണ്ടാവരുത്. ഇവർക്ക് നല്ല വൃത്തി വേണം. ഇത് പൊടിയാണ്, ഇത് നോക്കണ്ട. ഇതിൻ്റെ ഉള്ളിലുള്ള ഏരിയ വെയിലുണ്ടിട്ടാണ് കവറിങ്ങനെ. പിന്നെ കൂടെ എപ്പോഴും ഇരുട്ടുണ്ടാവണം. അതിപ്പോൾ നമ്മൾ ഗ്ലാസ് പേപ്പർ വെച്ചത് നമുക്ക് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് ഫുള്ള് മെഴുകാക്കിയിട്ടുണ്ട് അവർ. മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ എന്തെങ്കിലും കറുത്ത് വെച്ച് കഴിഞ്ഞാൽ കറുപ്പുള്ള തുണി കെട്ടുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പോൾ അവർക്ക് ഇരുട്ടാണ് വേണ്ടത്. വിളിക്കണ്ട, കുഴപ്പമില്ല. വെളിച്ചം വരും ഉള്ളിലേക്ക് വെളിച്ചം വരും. നമ്മുടെ അടുത്ത സക്സസ്ഫുള്ളായിട്ടുള്ള കൂടാണ് ഈ കാണുന്നത്. ആ ഫ്ലാഷ് ഉണ്ട് കൊടുത്തോ. ഈ ഫ്ലാഷ് യെസ്, കുറച്ച് താഴത്തേക്ക് പിടിച്ചോ. ഓട്ടോമാറ്റിക് ഫോക്കസ് ആവും. ഇതിൽ റാണിത മുകളിൽ തന്നെ നമ്മൾ നടന്നു പോകണത് കാണുന്നുണ്ട്. സൂമി അതന്നെ
നല്ല ആക്റ്റീവായിട്ടുള്ള റാണി ആണ്. റാണി അവിടെ നടക്കട്ടെ. നമുക്ക് ഏത് കൊണ്ടുവരാ റാണിനെ നമുക്ക് കുറച്ച് നേരത്തിന് ഒരു റാണിക്ക് വേറെ കേജിലാക്കി കൊടുക്കണം. റാണി പോയാ അവിടെ തന്നെ ഇവിടെ? ഇവിടെ ഉണ്ടല്ലേ, ആള് ഉള്ളിലാണല്ലേ. കുഴപ്പമില്ല, റാണില്ലേ അവിടെ കിടന്നോട്ടെ. ഇത് മുട്ട എടുക്കണ്ട, അത്യാവശ്യം ഹെവി ആയിട്ടുള്ളത്. കുഴപ്പമില്ല, നമുക്ക് ഇതിൻ്റെ തേനെടുക്കാം. ഇതിൽ പൂമ്പൊടി കാണുന്നത് ഈ സൈഡിലാണ്, ഈ സൈഡിലാണ് തേനുള്ളത്. ഇതിലാണ് പുതിയ മുട്ട ഉള്ളിൽ കുടിക്കുക. ഇവിടെയാണ് പഴയ മുട്ട. ഇതിൽ വേസ്റ്റ് കാണാനില്ല, ഇടക്കിടക്ക് ഉണ്ടാവാറുണ്ട്. നമുക്ക് തേനെടുക്കാം. പായസം കൊടുത്ത് പിടിച്ചാ കാട്ട്. നമുക്ക് കോലേറ്റെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കൈ ഏറ്റെടുത്താണ് കേട്ടോ. ശരിക്ക് നമ്മൾ കൈ തട്ടിക്കാൻ പാടില്ല. തേനിൽ ഒരു പുളിപ്പ് വരും. അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം എടുത്തേക്കാനുള്ള ഉദ്ദേശമുള്ളവരൊന്നും ചെയ്യരുത്. നമ്മൾ അങ്ങോട്ട് പിടിക്കല്ലേ, ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് ശരിക്ക് അല്ലാണ്ട് ശരിക്കണ്ട, ചെറിയ മതി. നിലത്തിടരുതിട്ടാ, കൈ കടയാണെങ്കിൽ അവിടെ വെച്ചാൽ മതി. നമ്മൾ ഒരിക്കലും പുതിയ കൂട് പിരിക്കാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട് വെക്കാൻ പാടില്ല. ഒരിക്കലും അത് സ്ഥിരമാക്കാൻ പാടില്ല കൊടുക്കുക. ഒന്നാമത് കൂടുതൽ സ്ഥലം ഉള്ളത് കൊണ്ട് അവർക്ക് കുറവ് സ്ഥലമുള്ള കൂടാണ് ഇഷ്ടം. മാത്രമല്ല നമുക്ക് എടുക്കാനും നല്ല ബുദ്ധിമുട്ടാണ്. ചതുരത്തിലുള്ള പെട്ടി മേടിക്കുകയാണെങ്കിൽ നല്ലതാണ്. ആ പെട്ടി കാണിച്ചു കൊടുക്കുക. ഈ പെട്ടി നേരത്തെ കാണിച്ച ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിങ്ങിനൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട 2 ബോക്സുകളാണ്. അതിൻ്റെ ഹോളുകളൊക്കെ അടച്ചിട്ട് നമ്മൾ എടുത്തതാണ് ഈ പെട്ടി. മുമ്പൊക്കെ ഹോളില്ലാത്ത പെട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനത്തെ വരുന്നില്ല. അങ്ങനത്തെ പഴയ പെട്ടികൾ എവിടെയെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, ഹോളൊന്നും ഇടാതെ ഉള്ള പെട്ടികൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഈ തേനീച്ച വളർത്താൻ പറ്റും. അത് കുഴപ്പമില്ല, അത് ലാസ്റ്റ് മെഴുക് ഉരുകുമ്പോൾ ഫുള്ള് കിട്ടും. നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഇവിടെ മറ്റേ കോലി ഇവിടെ താത്ത കൊടുന്ന കുഴപ്പമില്ല. കുറച്ച് പൂമ്പൊടിയും കൂടി നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് എടുക്കാം. വേണ്ട, താത്താൻ്റെ കൈയാക്കണ്ട. താത്താൻ്റെ കൈയാക്കുമ്പോൾ കൊട്ടിപ്പിടിക്കൽ കൊടുക്കും. ഇതുണ്ട് തന്നോടെ, വിളിച്ചോട്ടെ. മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കുക, അല്ലാത്ത പിന്നെ അവർ മുങ്ങിച്ചാവും. അതാണ് കൊടുക്കലൊരിക്കലും കൂട് വളർത്താതിരിക്കുക. വളരും, പക്ഷെ നമുക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. റാണി എവിടെ ഇതിൽ പോയാ, ഉള്ളിൽ പോയാ? അവിടെ പിടിച്ച അവിടെ നോട്ടെ. ഇതിലത്തെ ഫില്ലറുകൾ കാണിക്കും. റാണിയാ പോന്നു. ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഉണ്ടാ ഫോക്കസ് അങ്ങനെ പിടിച്ചാൽ ഫോക്കസായിപ്പോൾ. റാണി ആ താഴത്തേക്ക് പോയി. നമുക്ക് കുറച്ച് വിരിയാറായ മുട്ട റാണി അടിയിലുണ്ട്. കുറച്ച് വിരിയാറായ മുട്ട പറിക്കാം. അതിൻ്റെ ഉള്ളിൽ പോയിടും.